പ്രതിഭൻ്റെ വണ്ടിയൊന്ന് പഞ്ചറായി. ഇപ്പം ആരെയും വിളിക്കുക? അതാ സുല്ലേട്ടനെ വിളിച്ചാൽ പോരെ? ഏതായാലും ടയറും കൂടി മാറ്റണം. പൈസയില്ല. നാളെ ആവട്ടെ. അതെ, നാളെ തിരുവാതിരയില്ലേ? കൂവ വാങ്ങിയിട്ടില്ല കേട്ടോ, ഒന്ന് വാങ്ങോ? എന്ത് കേൾക്കണില്ലല്ലോ? അതെ, നാളെ തിരുവാതിരയില്ലേ? കൂവപ്പൊടി, കൂവ കൂവ. കൂവാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് തൊണ്ടവേദന, എനിക്ക് കൂവാനൊന്നും പറ്റില്ല. അതല്ലാന്ന്, കൂവപ്പൊടി, കൂവ കൂവ. കൂവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൂവാൻ പറ്റില്ല, മനസ്സിലായോ? എനിക്ക് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞില്ലേ? കൂവാൻ ഞാനെന്താ കുറുക്കനോ? നിന്റെ ഭാര്യ കൂവപ്പൊടി വാങ്ങിക്കാൻ പറഞ്ഞത് എനിക്ക് ഇതേ ഇവിടുന്ന് കേട്ട്. നിനക്ക് കേട്ടില്ലേ? ആകെ കയ്യിലുള്ളത് ഒരു 50 രൂപ. അതുകൊണ്ട് ചായ കുടിക്കോ കൂവപ്പൊടി വാങ്ങിക്കോ? വിഷു, ഓണം, തിരുവാതിരയ്ക്ക് വരുമ്പോഴേ വീട്ടുകാർക്കുള്ള സാധനം നേരത്തെ വാങ്ങിച്ചു കൊടുക്കണം. ഞാനേ ഈ കൂവയൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ചു കൊടുത്തു. എന്നെ കണ്ടുപിടിക്കും നീയൊക്കെ. പിന്നെ വേറെ പണിയില്ല. അല്ല, ഇതെന്ത് പെട്ടെന്നൊരു വയറുവേദന? എന്താ രാവിലെ ബിരിയാണി കഴിച്ചതിൻ്റെ ആവോ? എന്തുവരെ എനിക്ക് പെട്ടെന്ന് അതിനുള്ള മരുന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരട്ടാ. വയറുവേദനയ്ക്കും ഛർദിക്കുമുള്ള ഒറ്റമൂലി ഇതാ കിട്ടി. ഇത് നോക്ക്. ഇന്ന് കൂവപ്പൊടിയെ കുറിച്ച് അധികം ആരും ഗൗനിക്കാത്ത ഒരു ആഹാര പദാർത്ഥമായി ഉപയോഗിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഔഷധ ഗുണമുള്ളതും നമ്മൾ വീട്ടിൽ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒരു പൊടിയാണ് കൂവപ്പൊടി എന്നുള്ളത്. ഇതിൽ നിന്ന് കിട്ടുന്ന ആ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ അത്രയും ഔഷധ ഗുണമുള്ളതാണ്, പെട്ടെന്ന് ദഹിപ്പിക്കുന്നതാണ്. ഈ കൂവപ്പൊടി നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുണ്ട്. ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാം. വയറിളക്കവും ഛർദിയും ഒരുമിച്ച് വന്നാൽ കൂവപ്പൊടി കഴിഞ്ഞിട്ടേ വേറെ ഒരു മരുന്നും ഭക്ഷണവും കൊടുക്കാനുള്ളൂ. കാരണം നിങ്ങൾ ഇന്നലെ കൂവപ്പൊടി വാങ്ങിച്ചു കൊടുത്തന്നല്ലേ പറഞ്ഞു? വീട്ടിൽ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരുമോ? വണ്ടി പഞ്ചറാണ്. വീട്ടിലേക്ക് 2 കിലോമീറ്റർ നടക്കണം. പോയി കൂവപ്പൊടി എടുത്തിട്ട് വരുമ്പോഴേക്ക് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. പ്രസാദേട്ടാ, വീട്ടിൽ പോയിട്ട് ആ കൂവപ്പൊടി ഒന്ന് എടുത്തിട്ട് വരുമോ? നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? എന്താ പറഞ്ഞു? ഇയാളിത് കൂവപ്പൊടി, കൂവ. എൻ്റെ തൊണ്ടയ്ക്ക് സുഖമില്ല. നീ എന്നെ കൂവിക്കോ, ഞാൻ പോവാം.